പണ്ട് ഒരു നദിക്കരയിൽ കാര്യം സാധിക്കാൻ പോയ കട്ടപ്പയ്ക്ക് ഒരു കുട്ടിയെ കിട്ടുന്നു. തന്തയും തള്ളയും ഒഴിവാക്കിയ കുട്ടിയെ കട്ടപ്പ അടുത്ത് ബാഹുബലിയാക്കുമെന്ന് പറഞ്ഞ് വളർത്താൻ തീരുമാനിച്ചു. മല്ലു തുണ്ട് കണ്ട് തെലുങ്കനായ കുട്ടിക്ക് കട്ടപ്പ മല്ലു എന്ന് പേരിട്ടു. മല്ലു വളർന്നു വലുതായി ഒരു തൊരപ്പൻ കൊച്ചുണ്ണിയായി മാറി. അണ്ണൻ അങ്ങനെ സ്വർണവും പൈസയും ഒന്നും മോഷ്ടിക്കില്ല, ഡയമണ്ട് മാത്രമേ അണ്ണൻ എടുക്കൂ. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഡയമണ്ട് മോഷ്ടിച്ച് പാവങ്ങൾ കൊടുക്കുക എന്നതാണ് അണ്ണന്റെ പ്രധാന ഹോബി. ബൈ ദ ബൈ, അണ്ണൻ ഒരു നന്മയോളിയാണ്. അങ്ങനെ ഒരു ദിവസം അണ്ണന്റെ മല്ലു എന്ന പേര് കേട്ട് തുണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് രാജാവ് മല്ലുവിനെ കാണാൻ വിളിപ്പിക്കുന്നു. കൊട്ടാരത്തിലെത്തിയതും തുണ്ടില്ലാത്തതിന്റെ പേരിൽ രാജാവിന്റെ ഗുണ്ടകൾ പാവങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ട മല്ലു അവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞ് അണ്ണനേക്കാൾ 3 ഇരട്ടി സൈസുള്ള മാംസപിണ്ഡങ്ങളെ അടിച്ചു തൂറ്റിക്കുന്നു. അങ്ങനെ ആ മണ്ടൻ രാജാവിന് മനസ്സിലാവുന്നു അയാളുടെ പേരാണ് മല്ലു എന്നത്. അപ്പോഴാണ് 3 വട്ടം പ്രായപൂർത്തിയായ അണ്ണനെ കാണാൻ 1 വട്ടം പ്രായപൂർത്തിയായ റാണി വരുന്നത്. ബൈ ദ ബൈ, അവൾ റാണിയായിരുന്നില്ല, രാജാവിനെ പിളക്കാൻ വേണ്ടി ദത്തെടുത്തതായിരുന്നു. മല്ലു എന്ന പേര് കേട്ടതും അപ്പൊ തന്നെ അവൾക്ക് ക്രഷ് അടിച്ചു. അങ്ങനെ തുണ്ട് കിട്ടാതെ മണ്ണൻ രാജാവ് മല്ലുവിന് മറ്റൊരു പണി ഏൽപ്പിക്കുന്നു. കുറച്ച് ഡയമണ്ട്സ് അടിച്ചു മാറ്റി അവർക്ക് തന്നെ കൊടുക്കാൻ. അങ്ങനെ അണ്ണൻ വില്ലന്മാരുടെ അടുത്തുനിന്ന് ഡയമണ്ട്സ് അടിച്ചു മാറ്റി അവളുടെ കൂടെ എസ്കേപ്പ് ആവാൻ നിൽക്കുമ്പോൾ കട്ടപ്പ ബാഹുബലി കുത്തിയ പോലെ ആ പെണ്ണ് മല്ലുവിനെ പുറകിൽ നിന്ന് അടിച്ചു തൂറ്റിക്കുന്നു. പാവം, എല്ലാവരും അടിച്ചു തൂറ്റിച്ച ആൾ കിടക്കുന്നത് കണ്ട കാവടി തുള്ളി പോയതാ, കാവടി പോലെയായി. അങ്ങനെ അണ്ണനെ വില്ലന്റെ ഗുണ്ട പിടിച്ച് ഒരു മെയിൻ വെടലൻ വില്ലന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ അണ്ണനും വില്ലന്റെ പുലിയുമായി ഒരു പുലികളി. അങ്ങനെ വില്ലൻ അടുത്ത പണി ഏൽപ്പിക്കുന്നു. തീരുമ്പോൾ പണി തരാൻ ഞാൻ കുപ്പിയിൽ ഇറങ്ങിയ ഭൂതമാണെന്ന് അണ്ണൻ ചോദിക്കുന്നു. അങ്ങനെ ഒരു മെയിൻ വില്ലന്റെ അടുത്തുള്ള ഡയമണ്ട്സ് എടുക്കാൻ അണ്ണനെ ഈ വില്ലന്മാരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അണ്ണനും അണ്ണന്റെ ബാക്കി കൂട്ടക്കാരും ചേർന്ന് ഡയമണ്ട്സ് എടുക്കാൻ പോകുന്ന വഴിക്ക് മലയിടിയാൻ പോകുമ്പോൾ അതിസാഹസികമായി മാർവൽ തോറ്റു പോകുന്ന VFX കാട്ടിക്കൂട്ടൽ. അതിന്റെ ഇടയ്ക്ക് എവിടുന്നോ കുറച്ച് ചെന്നായ്ക്കൾ വന്നപ്പോൾ അണ്ണൻ അതിനോട് സംസാരിച്ച് ഉമ്മ കൊടുത്തു വിടുന്നു. അത് അങ്ങനെ ഒരു മൃഗയോളിയുമായി. അങ്ങനെ അണ്ണൻ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെ അണ്ണനെ ചതിച്ച റാണി ഐറ്റം ഡാൻസ് കളിക്കുന്നു. അണ്ണൻ ഐറ്റം ഡാൻസ് കണ്ട് അവളോട് വീണ്ടും ക്രഷ് അടിക്കുന്നു. അങ്ങനെ കുഞ്ഞോഞ്ഞനെ എന്നെയും കൂടെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആ പെണ്ണും കൂടെ പോകുന്നു. അങ്ങനെ എല്ലാരും കൂടെ കല്ലും മുള്ളും താണ്ടി പട്ടിക്കാടും കുറ്റിക്കാടും ചട്ടിക്കാടും കടന്നു പോകുമ്പോൾ കുറച്ച് മന്ത്രവാദിമാർ മഴ വരാൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു. വില്ലന്മാർ വന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന തടസ്സം ഉണ്ടാക്കിയപ്പോൾ അണ്ണൻ അവിടെയുള്ള പുല്ല് കത്തിക്കുന്നു. അപ്പോൾ തന്നെ മഴയും പെയ്തു. എന്നാലും ഈ പുല്ല് കത്തിച്ചപ്പോൾ എങ്ങനെ മഴ പെയ്തു എന്നത് ഇന്നും ചുരുളയത്തി രഹസ്യമാണ്. അത് വല്ലാത്തൊരു കഥയാണ്. ഇതെല്ലാം കണ്ട് ആറട്ടണനെ പാത്തിരിക്കെ AJP പാത്തിരിക്കെ ജാൻമണി കൂടെ പാത്തിരിക്കെ നീ ആരുടെ എന്ന് കൂട്ടക്കാർ ചോദിച്ചപ്പോൾ അണ്ണൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. പണ്ട് വില്ലന്റെ ആൾക്കാർ ക്ഷേത്രങ്ങൾ തല്ലി പൊളിച്ച് തൂറ്റിച്ച് അവിടെയുള്ള ഗുരുക്കന്മാരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ കട്ടപ്പയുണ്ടായിരുന്നു. അവരെ രക്ഷിക്കാനാണ് അണ്ണൻ 8ാം അറിവ് പഠിച്ച് ഡയമണ്ട് എടുക്കാൻ എന്ന പേരിൽ പോകുന്നത്. അങ്ങനെ ഡൽഹി അതിർത്തിയിൽ എത്തിയപ്പോൾ ചെക്കിങ്. അവിടെ ഗർഭിണിയെയും കുട്ടിയെയും വരെ അടിച്ചു തൂറ്റിക്കുന്നു കണ്ട് സ്ത്രീകളുടെ മേൽ തൊട്ടാൽ വെട്ടിയരണ്ട് വിരലുകളല്ല തലയാണെന്ന് പറഞ്ഞ് അണ്ണൻ എല്ലാവരെയും അടിച്ചു തൂറ്റിക്കുന്നു. തൂറ്റിക്കൽ കഴിഞ്ഞ് അടുത്ത തൂറ്റിക്കലിനായി അണ്ണൻ ചങ്കുകളെയും കൂട്ടി ചെങ്കോട്ടയിലേക്ക് പോകുന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. തൂറ്റിക്കൽ തുണ്ടുമല്ലു ലോഡിംഗ്.